പരീക്ഷാകാലമാണ്. പുതിയ അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ പാരൻസും കുട്ടികളും തമ്മിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, അല്ലേ? അവരുടെ പഠന കാര്യത്തിൽ നമ്മുടെ പാരൻസ് എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് കോർണർ വ്യൂവിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ തമ്മിലൊരു എന്താ പറയുക, ഒരു പ്രശ്നം നടക്കുന്നു എന്ന് തന്നെ പറയാം. കുട്ടികളുടെ പഠന കാര്യത്തിൽ കുട്ടികൾ ചില കാര്യങ്ങൾ അവർക്ക് ഇത് വേണം, പാരൻസ് പറയും നീ അതെടുക്കണ്ട ഇതെടുത്താൽ മതി എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കുന്നൊരു സമയം കൂടി തന്നെയാണ്. രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ കുട്ടികളുടെ പഠനത്തിൽ എപ്പോഴും വേണം. എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. കുട്ടികളുടെ റിസൾട്ടിൽ ഇപ്പോൾ സ്കൂളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം, കുട്ടികളുടെ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നത് അവരുടെ രക്ഷിതാക്കൾ എത്രത്തോളം അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കെയർലെസ്സായ രക്ഷിതാക്കൾ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ കുട്ടികളുടെ റിസൾട്ടിലും താരതമ്യേന എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ വളരെ മോശം റിസൾട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ഒരു എൻഗേജ്മെൻറ്റ് എപ്പോഴും ആവശ്യമാണ്, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, അത് വളരെ പോസിറ്റീവായ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കണം. കുട്ടികളുമായി എപ്പോഴും ഒരു സംഘർഷത്തിൽ പഠിക്കുക എന്ന് പറയുന്നതിന് പകരം അവരുമായി അവരുടെ പഠന ഭാഗങ്ങൾ നമ്മൾ കൂടി നോക്കി അത് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി അതിൽ ക്രിയേറ്റീവായ ഡിസ്കഷൻസൊക്കെ അവരായിട്ട് കൊണ്ടുവന്ന് അത് സ്വാഭാവികമായി അവരിൽ കുട്ടികളിൽ പഠനവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട താല്പര്യം ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ നല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കുട്ടികൾ നന്നായി പഠിക്കും. ആ വ്യത്യാസമുണ്ട്. ടീച്ചേഴ്സ് ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ അവർ മരിക്കുന്നത് വരെ നിൽക്കും. LP സ്കൂളിലും UP സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഈ റോള് പാരൻസിന് ഒരു പരിധി വരെ ചെയ്യാൻ കഴിയും. അപ്പോൾ സംഘർഷം ഉണ്ടാവില്ല. സൈക്കോളജിക്കൽ പ്രഷർ ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് സ്വാഭാവികമായി ഇതിൽ കൊണ്ടുവരാൻ കഴിയും. പിന്നെ നമുക്കുള്ളൊരു ചലഞ്ച് മാറിയ കാലത്തെ രക്ഷിതാക്കളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇപ്പോഴും പലപ്പോഴും രക്ഷിതാക്കൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് പക്ഷേ ഇപ്പോൾ സർവ പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിനെ എത്രമാത്രം ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഈ പണ്ടത്തെ കാലത്താണെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഒരു പരിധിവരെ കുട്ടികളുടെ പഠനത്തിൽ ഇടപെടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞ സമയത്ത് അതൊരു നോർമൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും പലപ്പോഴും കുട്ടികളെ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഒരു ഹൈ ക്ലാസ് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽ ജോബൊക്കെ ചെയ്യുന്ന ആളുകൾക്കായിരിക്കാം ഒരു പരിധിവരെ, പക്ഷേ അവർക്ക് പോലും ഇപ്പോഴത്തെ രീതികളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പാരൻസ് കുട്ടികളിൽ ഇൻവോൾവ് ആവണം, ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അവരെ പഠനത്തിൽ അല്ലെങ്കിൽ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പാരൻസിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും പോസിബിൾ ആവുമോ? അപ്പോൾ ആക്ച്വലി നമുക്കൊരു വിദ്യാഭ്യാസ സിസ്റ്റം ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ ആ പഠനത്തിന് വേണ്ട എല്ലാ അവസരങ്ങളും അവർക്ക് കിട്ടുകയും മേൽനോട്ടം മാത്രം പാരൻസ് നടത്തുകയും ചെയ്യുന്നതല്ലേ അതിൻ്റെ ശരി? അപ്പോഴല്ലേ ഈക്വലായിട്ട് വരുള്ളൂ എല്ലാവർക്കും. പാരൻസിന് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ 30-50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്ന ടീച്ചേഴ്സിന് കഴിയില്ല. അതേസമയം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കുട്ടിയോട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുട്ടിയിലൊരു പർപ്പസ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിയും. ഇപ്പോൾ അർജൻറ്റീനയുടെ തലസ്ഥാനം ഏത് എന്ന് കുത്തിയിരുന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഞാനത് എന്തിനു പഠിക്കണം എന്നുള്ളത് ഒരു പാരൻറ്റിനെ കുട്ടിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് ഒരേ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. എന്നാൽ പോലും അവരിൽ ഈ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കഴിയും. അത് ക്രമേണ അവരെ കൂടുതലായിട്ട് സ്വാഭാവികമായി പഠനത്തിൽ എൻഗേജ് ചെയ്യിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രഷറോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഇപ്പോൾ ഞാൻ എന്തിനാണ് മാത്സ് പഠിക്കുന്നത്, ഞാൻ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ അവരിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അവരത് പഠിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും പഠനം സ്വാഭാവികമായി നടക്കും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നാണ് നമുക്കൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ജിബിൻ പറഞ്ഞ ഒരു കാര്യത്തിൽ പാരൻസ്, എല്ലാ പാരൻസിനും കൃത്യമായിട്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. നമ്മളിപ്പോൾ കുട്ടികളോട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന കഴിയുമ്പോൾ അവനോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിച്ച് എന്ത് പഠിച്ചു അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നാളത്തെ ദിവസം നമുക്ക് ടീച്ചേഴ്സ് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആ കുട്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനൊരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പ്രവാസിയായിട്ടുള്ള ഒരാൾ നാട്ടിൽ ചെന്ന സമയത്ത് നാട്ടിൽ സ്കൂളിൽ മകനെ പഠിപ്പിക്കേണ്ട പൈസ ഫീസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ ഒരു ദിവസം ചെന്നിട്ട് ഇതുപോലെ പാരൻറ്റിങ് മീറ്റിങ്ങിന് ടീച്ചേഴ്സിനോട് അദ്ദേഹം ചെന്ന് ചൂടായി. ഞാൻ എന്തോരം പൈസയാണ് തരുന്നത്, ഇവിടെ ഫീസ് തരുന്നുണ്ടല്ലോ, ഇത്രയും ഫീസ് തരുന്നിട്ട് എൻ്റെ മകനെ ABCD പോലും പഠിപ്പിക്കാത്ത സ്കൂളാണെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിനോട് ചൂടാവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അതിൽ വേറൊരു സംഗതി, നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2 സംഗതികൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നല്ലോ. ഒന്ന് സ്കൂള്, വീട്. നാടുമായിട്ടുള്ള ബന്ധം കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രത്യേകിച്ചും നമുക്ക് നാട്ടിലേക്ക് ഇറങ്ങുക, ഇൻട്രാക്ട് ചെയ്യുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പാരൻസ് അങ്ങനെ സമ്മതിക്കൊന്നുമില്ല.
ഇപ്പം മൂന്നാമതൊരു ലോകം കൂടിയുണ്ട്, അത് ഇൻ്റർനെറ്റ് വേൾഡാണ്. അതെ. മീൻസ് അത് അത്രയും ഡീഫോക്കസ്ഡ് ആണ് അവർ. അതുകൊണ്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണ്. സ്കൂളിന് എത്ര വെയിറ്റേജ് കൊടുക്കണം, ഇതിനെത്ര വെയിറ്റ്, ഏതാണ് ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സമയം അവർക്ക് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അറിയാം, എന്നാൽ തൊട്ടടുത്ത കാര്യങ്ങൾ അറിയില്ല, വളരെ ബേസിക്കായ കാര്യങ്ങൾ അറിയില്ല. ചില കുട്ടികൾക്ക് സംസാരിക്കുന്നതായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു, ഒരാൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണോ, പക്ഷേ വേറെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ സീറോ ആയിരിക്കും. ഇങ്ങനെ ഇംബാലൻസ്ഡ് ആണ്. ഇതുകൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കി അതിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. രക്ഷിതാക്കൾക്ക് ആ ഒരു പിന്നെ അവയർനെസ് ഉണ്ടാവണം. അത് രസകരമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കും പഠിക്കാൻ പറ്റുമെന്നുള്ളത്. അതെ, പഠിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് കുട്ടികളുമായിട്ട് ഇപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരാളുടെ സോഷ്യൽ സയൻസ് പുസ്തകം എടുത്ത് ഞാൻ പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ വായിച്ചാൽ എനിക്കതിൽ നിന്ന് കുറേ ഇൻസൈറ്റ് കിട്ടും. എനിക്ക് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അത് കുട്ടികളിലേക്ക് കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒരു കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് റിസൾട്ടിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കും. അതുപോലെ സാർ ഇപ്പോൾ ഈ ഒരു ടോപ്പിക് പോലെ തന്നെ എത്ര കാലം വരെ പാരൻസ് കുട്ടികളെ ഗൈഡ് ചെയ്യണം, അതൊരു ചർച്ചയ്ക്ക് എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 10ാം ക്ലാസ് വരെ വേണോ, അതോ +2 വരെ വേണോ, കോളേജ് വരെ വേണോ, അതോ അവർക്കൊരു അത്യാവശ്യം ബോധമായി കഴിയുമ്പോൾ നമ്മൾ ഈ ഗൈഡ് ചെയ്യുന്നത് നിർത്തണം, അത് ഏതൊരു കാലയളവ്? ഇത് ഓരോ കുട്ടിയും വളരെ യുണീക്കാണ്. ഒരു കുട്ടിയെ പോലെ വേറെ ആരും ഇല്ല. പക്ഷേ ഞാൻ സാധാരണ പറയാറുണ്ട്, നമുക്കൊരു 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഒരു 25 കരിയർ ചോയ്സ് ഉണ്ടാവണം. നീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു 25 എണ്ണെങ്കിലും പറയണം. അത് തെങ്ങേറ്റക്കാരൻ മുതൽ പൈലറ്റ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അത് പിന്നെ കൂടുന്തോറും ഇപ്പോൾ +2 ആകുമ്പോഴേക്ക് അതൊരു 10 ആയി ചുരുങ്ങുന്നു, ഡിഗ്രി ആകുമ്പോഴേക്ക് അതൊരു 5 ആയി ചുരുങ്ങുന്നു, ഡിഗ്രി ഫൈനൽ കഴിഞ്ഞ് അല്ലെങ്കിൽ PG ലെവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വീണ്ടും ചുരുങ്ങുന്നു. ഇങ്ങനെ അവൻ്റെ ഒരു കരിയർ ചോയ്സ് ഫിൽട്ടർ ചെയ്ത് അവൻ്റെ ഒരു എബിലിറ്റി എന്താണ്, സ്കിൽ എന്താണ്, അവന് ചെയ്യാൻ കഴിയും, അവൻ്റെ ബജറ്റ് എന്താണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫിൽറ്ററിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ അത് വീണ്ടും താഴേക്ക് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മുമ്പ് രക്ഷിതാക്കൾ പുഷ് ചെയ്യുമായിരുന്നു, നീ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. പിന്നീട് നമ്മൾ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ പല രക്ഷിതാക്കളും പറയാൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു, അവൻ തീരുമാനിക്കട്ടെ എന്നുള്ളത്. ഇത് രണ്ടുമല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പക്ഷെ 100% കുട്ടികൾക്ക് വിട്ടുകൊടുത്താൽ എല്ലാ കുട്ടികൾക്കും അത് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കാര്യം സാർ പറഞ്ഞില്ല, അത് നമുക്ക് റിലയബിൾ ആണോ? ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എത്രമാത്രം റിലയബിൾ ആണ് കുട്ടികളുടെ ഒരു കരിയർ? പല ടെസ്റ്റുകളുണ്ട്, പല മെത്തഡോളജികളുണ്ട്, പല സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തതുണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ഇതൊരു അവർ തന്നെ ക്ലെയിം ചെയ്യുന്നത് 80 to 95% ആണ് പല ടെസ്റ്റുകളും സക്സസ് റേറ്റ് ശരിയാവാം എന്നത്. നമുക്ക് ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത പല ടെസ്റ്റുകളും ചിലതും നമുക്ക് ഫിറ്റ് അല്ല എന്ന് തോന്നും. ചില ആളുകൾക്ക് ഒന്നിലേറെ ആൻസേഴ്സ് വരും, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് ആക്ച്വലി സിസ്റ്റത്തിന് കൺഫ്യൂസിങ് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഗൈഡ് ലൈൻ, ഇതൊരു അൾട്ടിമേറ്റ് ഡിസിഷനൊന്നുമല്ല, പക്ഷെ നമുക്കൊരു ഗൈഡൻസിന് ഇത്തരം ടെസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ ഫീൽഡ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് സംസാരിക്കാം. അതും 100% നമ്മൾ എടുക്കേണ്ടതില്ല, പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഗൈഡ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങാൻ പോകുന്നൊരു സമയം കൂടി തന്നെയാണ്. ഈ സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കട്ടെ, അവരുടെ പഠന കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവർ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും.